ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാങ്കോ എന്ന ഫ്രെയിംവർക്കിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനായി ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ആക്കുക. VS കോഡോ പൈച്ചാമോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാമ്പിൾ പറഞ്ഞ പ്രൊജക്റ്റ് ഫോൾഡർ ഞാൻ ഓപ്പൺ ആക്കി. ഓക്കെ, ഇനി നമ്മൾ ടെർമിനൽ എടുക്കണം. ഈ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ടെർമിനൽ നമുക്ക് ലോഡാവും. ഇപ്പോൾ ഇവിടെ കിടക്കണത് അറിയാം, ഇപ്പോൾ ഇവിടെ പവർ ഷെല്ലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ആക്കി കൺട്രോൾ പ്രോംപ്റ്റ് ആക്കണം. ഓക്കെ, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണത് നല്ലതാണ്. കാരണം നമ്മൾ പല പല പ്രൊജക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് എല്ലാം ചിലപ്പോൾ ചില പ്രൊജക്റ്റിന് ഡിഫറെന്റ് ജാങ്കോന്റെ വെർഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ എല്ലാ പ്രൊജക്റ്റിനും ഓരോ വെർച്വൽ എൻവയോൺമെന്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എററുകൾ വരുന്നത് കുറവായിരിക്കും. പ്രൊജക്റ്റ് റൺ ആവുന്നതിന്റെ ആക്യുറസി കൂട്ടാൻ പറ്റും. അപ്പോൾ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർച്വൽ ആൻഡ് സ്പേസ് പിന്നെ വെർച്വൽ എൻവയോൺമെന്റ് നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ MyEnv എന്നാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആക്ടിവേറ്റ്. സോ ഇനി വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമന്റ് കൂടി ടൈപ്പ് ചെയ്യണം. ആദ്യം വെർച്വൽ എൻവയോൺമെന്റ് പേര് നമ്മൾ എൻ്റർ ചെയ്തത് myN/scripts/activate. സോ വെർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇതിൽ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കണം. അതിനായി നമ്മൾ ഈ കമാൻഡ് അടിക്കണം, pip install django എന്ന് പറഞ്ഞ കമാൻഡ്. സോ ജാങ്കോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇത്തിരി സമയം പിടിക്കും. ഓക്കെ, ജാങ്കോന്റെ എല്ലാ പാക്കേജസും ഇൻസ്റ്റാൾ ആയി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേർഷൻ ചെക്ക് ചെയ്യാം. അതിനായി python-m django സ്പേസ് -version എന്ന് ടൈപ്പ് ചെയ്യുക. സോ യെസ്, ഓക്കെ, ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ജാങ്കോ -admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. ദെൻ പ്രൊജക്റ്റിന്റെ പേര് നമുക്ക് ഇഷ്ടം കൊടുക്കാം. ഞാനിവിടെ ഹലോ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കുക അറിയാം, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഹലോ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു ഹലോ എന്ന് പറഞ്ഞൊരു പാക്കേജ് പോലെ ക്രിയേറ്റ് ആവും. അതിൽ വരുന്നതാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ് settings.py, urls.py, manage.py എക്സെട്ര. സോ ഇനി പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രൊജക്റ്റിന്റെ ഉള്ളിലേക്ക് കയറണം. അതിന് ചേഞ്ച് ഡയറക്ടറി, അതായത് cd പ്രൊജക്റ്റിന്റെ പേര് cd ഹലോ ടൈപ്പ് ചെയ്തു. പ്രൊജക്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്.
ഇനി നമുക്ക് പ്രൊജക്റ്റ് റൺ ആക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ മാനേജ് ഡോട്ട് പി വൈ റൺ സെർവർ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഒരു എറർ ഉണ്ട് ടൈപ്പിൽ. റൺ സെർവർ. ഓക്കെ, അപ്പൊ നമുക്കൊരു IP അഡ്രസ് കിട്ടും. അത് കോപ്പി ചെയ്യുക, എന്നിട്ട് ബ്രൗസറിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ സ്ക്രീൻ ഡിസ്പ്ലേ ആവുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി പൈത്തൺ പ്രൊജക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇതൊരു ഡെവലപ്മെന്റൽ വെബാണ്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.